കൗണ്ടിങ് ഏജൻസിനെ എല്ലാം ഒന്ന് കണ്ട് ശേഷം അപ്പൊ എംപിയുടെ കൃത്യം കൗണ്ടിങ് ആണെങ്കിൽ ഉയർന്ന ഭൂരിപക്ഷമാണ്. എന്തായാലും 11:30 ശേഷം നമുക്ക് കാണാം. അല്ല, അങ്ങനെ ഒരു കൃത്യമായ ഒരു പ്ലാനും അങ്ങനെ സ്ക്രിപ്റ്റഡ് ഒന്നും അല്ലല്ലോ. അല്ല, നമ്മള് അന്നേരം തോന്നുന്നത് പോലെയൊക്കെ കാൻഡിഡേറ്റിന് എല്ലാ കൗണ്ടിങ് ഏജന്റുമാരെയും കാണണം, അവിടുത്തെ ക്രമീകരണങ്ങൾ കാണണം, എന്നിട്ട് എല്ലാം തീരുമാനിക്കാം. സമയമുണ്ടല്ലോ. എല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാണ്, എല്ലാം റെഡിയാണ്. അതാണ് എനിക്ക് ഒന്നും അവിടെ നിന്ന് ആരാണെന്ന് പറയുന്നത് വ്യക്തമാകുന്നില്ല. നാളെ രാഹുൽ മാങ്കൂട്ടത്തിലും വി കെ ശ്രീകണ്ഠനും മാധ്യമങ്ങളെ കാണുന്നത്. രാവിലത്തെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. വി കെ ശ്രീകണ്ഠൻ നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ കടുത്ത ആത്മവിശ്വാസത്തിലാണ്. 12,000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷം എന്നുള്ളതാണ് ശ്രീകണ്ഠൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം. അത്രമേൽ കോൺഫിഡൻസ് ഉണ്ട് UDF-ന് എന്നുള്ളതാണ്. പിരായിരി പഞ്ചായത്തിൽ വോട്ട് ശതമാനം കുറഞ്ഞു എന്നൊക്കെയുള്ള പ്രചാരണത്തെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം രാവിലെ. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലും ഏറെക്കുറെ ഒരേ പാറ്റേൺ. UDF ലഭിച്ച വോട്ടിന് ഒരേ പാറ്റേൺ ആണ്. NDAക്ക് ലഭിച്ച വോട്ടിനും ഒരേ പാറ്റേണാണ്. ഏറെക്കുറെ സമാനം തന്നെയാണ് LDF-ന്റെ വോട്ടും. അതായത് അവിടെ ഇതുവരെയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പാറ്റേൺ എന്ന് പറയുമ്പോഴും നഗരസഭയ്ക്ക് പുറത്തേക്ക് വരുമ്പോൾ പിരായിരിയിലേക്കും മാത്തൂരിലേക്കും കണ്ണാടിയിലേക്കും വരുമ്പോൾ അവിടെ വലിയ മാറ്റങ്ങൾ പ്രകടമാകാറില്ല. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ സമീപകാലത്ത് അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നത് ഈ ഫലത്തിൽ വളരെ പ്രധാനമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ അവിടെ NDAക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുമോ? മേൽക്കൈ എന്നത് പറയുന്നത് മേൽക്കൈ എന്നതൊരു ലീഡിലേക്ക് എത്തുമെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ നേരത്തെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കുമോ? സി കൃഷ്ണകുമാറിന്റെ പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ കരുത്തായി നിൽക്കും UDF-ന് ഈ 3 പഞ്ചായത്തുകളും എന്ന ആത്മവിശ്വാസം വി കെ ശ്രീകണ്ഠൻ പ്രകടിപ്പിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം 10,000 12,000 വോട്ട് എന്നൊരു പ്രഡിക്ഷനിലേക്ക് രാവിലെ പോകുന്നത്. ശ്രദ്ധിക്കണം, ഇത്രയും വലിയൊരു പ്രഡിക്ഷൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആരുടെയും ഭാഗത്ത് നിന്ന് കാര്യമായി വന്നിരുന്നില്ല. ഒരു 5,000 വോട്ടിന് ജയിക്കും ഞങ്ങൾ, പക്ഷേ ഇപ്പോൾ എത്ര വോട്ടിന് ജയിക്കുമെന്ന് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിടത്താണ് ശ്രീകണ്ഠൻ അത് 10,000 12,000 എന്ന ലീഡിനെ കുറിച്ച് പറയുന്നത്. ഈ കണക്കൂട്ടലുകൾ ഭരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കാത്തിരിക്കാം. തീർച്ചയായും എല്ലാ പാർട്ടികൾക്കും അവരവരുടേതായ കണക്കുകൂട്ടലുകൾ ഉണ്ടാവും. പക്ഷേ ആ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്ത് ജനം എന്താണ് വിധി എഴുതിയത് എന്നുള്ളത് അറിയാൻ നമ്മൾ ഇരിക്കുന്നത് 8 മണിക്കാണ്. ജനത്തിന്റെ വിധിയെഴുത്ത് ഒരു പക്ഷേ ഇതിനും അപ്പുറത്താകാം. കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.